DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. പവന് 520 രൂപയാണ് കുറഞ്ഞത്. 1,14,560 രൂപയാണ് പുതിയ സ്വർണ്ണവില. ഗ്രാമിന് ആനുപാതികമായി 65 രൂപയാണ് കുറഞ്ഞത്. 14,320 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, ഈ വർഷത്തെ +1 പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ മെയ് 25 മുതൽ സമർപ്പിച്ചു തുടങ്ങാവുന്നതാണ്. നിലവിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും VHSC വിഭാഗത്തിലുമായി ആവശ്യത്തിന് സീറ്റുകൾ ലഭ്യമാണെന്നും വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത്തവണത്തെ SSLC പരീക്ഷ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. അടുത്തറിയിപ്പ്, സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ നടത്തുന്ന പണമിടപാടുകൾ 10 ലക്ഷം രൂപ കടന്നാലും അല്ലെങ്കിൽ PPF, NSE തുടങ്ങിയ പദ്ധതികളിൽ നിക്ഷേപമുള്ളവരും പാൻ കാർഡ് കൃത്യമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്തറിയിപ്പ്, മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 18 തിങ്കളാഴ്ച, അതായത് ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഒരുമിച്ചായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. മെയ് 15 വരെ ഏപ്രിൽ മാസത്തെ റേഷൻ എല്ലാവർക്കും വാങ്ങാവുന്നതായിരുന്നു. നിലവിൽ മെയ് മാസത്തെ റേഷൻ മാത്രമാണ് ഇന്നു മുതൽ വിതരണം ചെയ്യുന്നത്. റേഷൻ വാങ്ങാത്തവർ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായ 2,000 രൂപ മെയ് 25 മുതൽ വിതരണം ആരംഭിക്കും. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മുൻ സർക്കാർ അനുവദിച്ച ഇളവനുസരിച്ച് 2026 ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. നിശ്ചിത സമയത്തിനകം സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുമെന്നും കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിന് മുകളിലുള്ളവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നും അറിയിപ്പുകൾ എത്തുന്നുണ്ട്. അതിനാൽ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.